ഒരിക്കൽ കൂടി എല്ലാവർക്കും അൽ-മലബാരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റിൽ റേഡിയോ ബട്ടൺ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ പ്രൊജക്ട് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ആക്ടിവിറ്റി main.xml ഫയലിൽ ഈ റേഡിയോ ബട്ടൺ എന്നുള്ളത് ആദ്യം ഒരു റേഡിയോ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കണം. ആ ഗ്രൂപ്പിനുള്ളിൽ ഓരോ ബട്ടൺ ആയിക്കൊണ്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനെ ആദ്യമായി റേഡിയോ ഗ്രൂപ്പ് എന്ന ക്ലാസ് ഞാൻ ഇൻസേർട്ട് ചെയ്യും. അതിൻ്റെ വിഡ്ത്ത് റാപ്പ് കണ്ടിട്ടും ലേഔട്ട് ഹൈറ്റ് മാച്ച് പാരൻറ്റും ആയി കൊടുക്കുന്നു. മാർജിൻ ടോപ്പ് എന്നുള്ളത് ഒരു 50 dB ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് ഈ റേഡിയോ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു റേഡിയോ ബട്ടൺ നമ്മൾ കൊടുക്കുകയാണ്. മാച്ച് പാരന്റ് കൊടുക്കുന്നു. ഹൈറ്റ് എന്നുള്ളത് റാപ്പ് കണ്ടന്റും കൊടുക്കുന്നു. അതിൽ ടെക്സ്റ്റ് ആയിക്കാണ്ട് ഞാൻ ഹോം 1 എന്നാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഐഡിയും ഹോം 1 എന്ന് തന്നെ ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് 1 ക്ലിക്ക് എന്നുള്ളത് സെലക്ട് എന്ന് കൊടുക്കുന്നു. മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റൊരു റേഡിയോ ബട്ടണും കൂടി ഇൻസേർട്ട് ചെയ്യുകയാണ്. മുമ്പത്തെ ഇതിൻ്റെ ഹോം 2 എന്നും ടെക്സ്റ്റും ഐഡിയും ചേഞ്ച് ചെയ്തിരുന്നു. ഈ സെലക്ട് എന്നതിൽ ഇവിടെ കാണുന്ന ഐക്കണെ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് സെലക്റ്റീവ് മെയിൻ ആക്ടിവിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ മുൻപത്തെ പോലെ തന്നെ ബൂളിയൻ കൊടുക്കുന്നു. അതിന് നെയിമായി ചെക്കഡ് എന്നാണ് കൊടുക്കുന്നത്. അത് നമ്മൾ റേഡിയോ ബട്ടൺ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു. ഡോട്ട് ഒരു എറർ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അത് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തുള്ള പ്രശ്നമാണ്. ഇവിടെയും ഡോട്ട് ഈസ് ചെക്കഡ്. അതായത് റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ ട്രൂ ആയി കാണിക്കും. ഇനി നമുക്ക് സ്വിച്ച് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മുമ്പത്തേത് ചെയ്ത പോലെ തന്നെ വ്യൂ ഡോട്ട് ഗെറ്റ് ID എന്നതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ളിലായി ഫസ്റ്റ് കേസ് നമ്മൾ കൊടുക്കുന്നു. r.id. അത് ഹോം 1 എന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ടോസ്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ചെക്ക്ഡ് എന്ന് കൊടുക്കണം. അതായത് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മൾ ടോസ്റ്റ് ആയി കണ്ട് മുമ്പത്തേത് ഇതിൽ ചെയ്ത പോലെ ഷോ മെസ്സേജ് എന്ന ഇത് കൊടുക്കുന്നു. ഹോം 1 സെലക്റ്റഡ് എന്ന് കൊടുക്കുന്നു. ഇതിന് ഒരു ലാസ്റ്റ് ബ്രേക്കും കൊടുക്കുന്നു. നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഷോ മെസ്സേജ് എന്ന മെത്തേഡ് എസ് എന്നാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ ടോസ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് ദിസ് അതിൻ്റെ കണ്ടക്സ്റ്റ് പാസ് ചെയ്തു. സ്ട്രിങ് മേലെ നമുക്ക് എസ് എന്നാണ് ഡിക്ലെയർ ചെയ്തിട്ട് എസ് കൊടുത്ത് കോമ ടോസ് ഡോട്ട് ലെങ്ത് ഷോർട്ട് ഡോട്ട് ഷോ. ഇനി കേസ് 2 അതായത് ഹോം 2 സെലക്ട് ചെയ്യുകയാണെങ്കിലുള്ള മെത്തേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ അതിനുള്ള ID ഹോം 2 എന്നും ഇവിടെ ഹോം 1 സെലക്റ്റഡ് എന്നോട്ട് ഹോം 2 സെലക്റ്റഡ് എന്നും കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഹോം 1 എന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണാം ഹോം 1 സെലക്റ്റഡ് എന്ന് കാണുന്നു. ഹോം 2 സെലക്റ്റഡ്. നേരത്തെ നമ്മൾ ചെക്ക് ബോക്സ് ആകുമ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ നമ്മൾ എത്ര ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ടോ അത്രയും നമുക്ക് സെലക്ട് ചെയ്യാൻ പാടുന്നു. പക്ഷേ ഹോം
ഇതിപ്പോൾ റേഡിയോ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാനാവുള്ളൂ. ഇത് ഈ ഹോം റേഡിയോ ഗ്രൂപ്പിൻ്റെ ഉപയോഗിക്കുന്നതിനുള്ള എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ സെലക്ട് ചെയ്യുമ്പോൾ റെഡ്, അങ്ങനെ ഏതെങ്കിലും ഒന്നല്ല നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അവസരത്തിലാണ് റേഡിയോ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.